ഹലോ, എല്ലാവർക്കും SR കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്ന് തട്ടുകടയിലെ ഗ്രീൻ പീസ് മുട്ട മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ഉപ്പിട്ടിട്ട് വേവിച്ച് എടുത്തതാണ്. നല്ലതുപോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് കടിക്കാൻ പാകത്തിന് വേണം വേവിച്ചെടുക്കാൻ. ഇനി വേണ്ടത് 2 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം 1 സബോള പൊടിയായി അരിഞ്ഞത്, 2 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതേ ഉള്ളൂ. ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ സബോളയും പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി, നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഗ്രീൻ പീസിൽ ഉപ്പിട്ടിട്ട് വേവിച്ചത് കൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം. ഗ്രീൻ പീസിലത്തെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് മാറ്റി വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുത്ത് ഡ്രൈ ആയതിനു ശേഷം സ്റ്റൗവ് ഓഫ് ചെയ്യുക. അടിപൊളി തട്ടുകടയിലെ ഗ്രീൻ പീസ് മുട്ട മസാലയാണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ 4 മണിക്ക് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. താങ്ക് യു.